ഹായ് വെൽക്കം ടു CC Ignite. I am രേവതി ബാബു. അപ്പോൾ നമ്മൾ ഇന്ന് സൈക്കോളജി ബേസ് ചെയ്ത് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മോട്ടോർ ഡെവലപ്മെന്റ് ആണ്. മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കും നമുക്ക് എല്ലാ എക്സാംസിനും ചോദിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ടോപ്പിക് ബേസ് ചെയ്തിട്ട് വരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. മോട്ടോർ ഡെവലപ്മെന്റ് ഇൻ സൈക്കോളജി റെഫേഴ്സ് ടു ദി ഡെവലപ്മെന്റ് ഓഫ് എ ചൈൽഡ് എബിലിറ്റി ടു മൂവ് ആൻഡ് കൺട്രോൾ ബോഡി മൂവ്മെന്റ്സ്. ഇറ്റ് ഇൻവോൾവ്സ് ദി ഗ്രോത്ത് ഓഫ് muscles, bones and the nervous system which helps in coordination and movement. അപ്പോ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരാളുടെ ഒരു കുട്ടിയുടെ മൊത്തത്തിലുള്ള ഒരു വികസനമാണല്ലേ. മൂവ്മെന്റ്സ് ആണ്, ബോഡി മൂവ്മെന്റ്സ്, മൊത്തത്തിലുള്ള ബോഡി മൂവ്മെന്റ്സ് ആണ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മോട്ടോർ ഡെവലപ്മെന്റ് ഇൻ സൈക്കോളജി റെഫേഴ്സ് ടു ദി ഡെവലപ്മെന്റ് ഓഫ് എ ചൈൽഡ് എബിലിറ്റി ടു മൂവ് ആൻഡ് കൺട്രോൾ ബോഡി മൂവ്മെന്റ്സ് ആണ്. ബോഡി മൂവ്മെന്റ്സ്, മൊത്തത്തിലുള്ള ബോഡി മൂവ്മെന്റ്സ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് ദി ഗ്രോത്ത് ഓഫ് മസിൽസ്, ബോൺസ് ആൻഡ് ദി നെർവസ് സിസ്റ്റം വിച്ച് ഹെൽപ്സ് ഇൻ കോർഡിനേഷൻ ആൻഡ് മൂവ്മെന്റ്. അപ്പോ ഒരു കുട്ടിയുടെ മൊത്തത്തിലുള്ള മൂവ്മെന്റ് ആണ് അല്ലെ. മൂവ്മെന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്? മസിൽസ്, ബോൺസ്, അതുപോലെ നെർവസ് സിസ്റ്റം. ഇതിന്റെ എല്ലാം ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം ഒരു വികസനമാണ് എന്ത് മോട്ടോർ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് സൈക്കോളജിയിൽ ഉദ്ദേശിക്കുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ്. പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലേ, തത്വങ്ങളുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. മാസ് ടു സ്പെസിഫിക് ട്രെൻഡ്. മാസ് ടു സ്പെസിഫിക് ട്രെൻഡ്, ഒരു വലിയതിൽ നിന്ന് പ്രത്യേകതയിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയ പ്രവൃത്തിയിൽ നിന്ന് ചെറുതിലേക്ക് എന്നൊക്കെ പറയുന്ന രീതിയിൽ മാസ് ടു സ്പെസിഫിക് ട്രെൻഡ് ആണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മോട്ടോർ ഡെവലപ്മെന്റിന്റെ. ഇൻ ദി ഏർലി സ്റ്റേജ് എ ചൈൽഡ് മൂവ്മെന്റ് ആർ ജനറൽ ആൻഡ് ഇൻവോൾവ് ദി വോൾ ബോഡി. മാസ് റിയാക്ഷൻ ആയിരിക്കും ഏർലി സ്റ്റേജിൽ കുട്ടിക്ക് ഉണ്ടാകുന്നത്. ആസ് ദ ചൈൽഡ് ഗ്രോസ് മൂവ്മെന്റ്സ് ബിക്കം മോർ സ്പെസിഫിക്, കൺട്രോൾഡ് ആൻഡ് പർപ്പസ്ഫുൾ. അപ്പോ മാസ് റിയാക്ഷൻ ആണ്. മാസ് റിയാക്ഷൻ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ വലിയ പ്രത്യേകതയിൽ നിന്ന് ചെറുതിലേക്ക് എന്ന് പറയുന്ന രീതിയിൽ മാസ് റിയാക്ഷൻ ആണ് ഒരു കുട്ടിയുടെ ഏർലി സ്റ്റേജിൽ സംഭവിക്കുന്നത്. അതാണ് പറയുന്നത് മാസ് ടു സ്പെസിഫിക് ട്രെൻഡ് ആണ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ അറ്റ് ഫസ്റ്റ് എ ബേബി മൂവ്സ് ദ വോൾ ആം, ലേറ്റർ ദ ചൈൽഡ് ഓർ ബേബി യൂസസ് ഓൺലി ഫിംഗേഴ്സ് ടു പിക്ക് അപ്പ് ഒബ്ജക്ട്സ് അല്ലെ. ആദ്യം തന്നെ കുട്ടിക്ക് ഒരിക്കലും ചെറിയ ഒബ്ജക്ട്സ് ഫിംഗേഴ്സ് ഉപയോഗിച്ച്, ഹാൻഡ് ഉപയോഗിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അവൻ മൊത്തത്തിലായിരിക്കും അവന്റെ കൈകൾ ഉപയോഗിക്കുന്നത്, മൊത്തത്തിലായിരിക്കും അവൻ എന്ത് ചെയ്യുന്നത്, അവന്റെ ബോഡിയെ മൂവ് ചെയ്യുന്നത്. അപ്പോ എക്സാമ്പിൾ എന്ന് പറയുന്നത് അറ്റ് ഫസ്റ്റ് എ ബേബി മൂവ്സ് ദ വോൾ ആം. അവന്റെ മൊത്തത്തിലുള്ള ആം ആണ് അവൻ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അതിനുശേഷമാണ് അവന്റെ ഫിംഗർ അതുപോലെ ഹാൻഡ് ഒക്കെ ഡെവലപ്പ് ആവുള്ളൂ. ചെറിയൊരു പെൻസിൽ എടുക്കാനൊക്കെ പഠിക്കുന്നത് അതിനുശേഷമായിരിക്കും. മൊത്തത്തിലായിരിക്കും അവൻ ഒരു ഒബ്ജക്റ്റ് ആദ്യം എടുക്കുന്നത്. ഫുൾ ആം ആയിരിക്കും അവൻ ഉപയോഗിക്കുന്നത്. അതാണ് മാസ് ടു സ്പെസിഫിക് ട്രെൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ലാർജ് ടു സ്മോൾ ട്രെൻഡ്. ഇതും അതുപോലെ തന്നെ ലാർജ് ടു സ്മോൾ ട്രെൻഡ്. സ്മോൾ ടു ലാർജ് അല്ല, ലാർജ് ടു സ്മോൾ ട്രെൻഡ് ആണ്. വലിയതിൽ നിന്ന് ചെറുതിലേക്ക് ലാർജ് ടു സ്മോൾ ട്രെൻഡ് ആണ്. Control over large muscles develops before control over small muscles. Example, a child learns to walk. Large muscles ആണ് അവിടെ ഡെവലപ്പ് ആകുന്നത്. ബിഫോർ ലേണിംഗ് ടു റൈറ്റ് എ സ്മോൾ മസിൽസ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്മോൾ മസിൽസ് ഗ്രോ ആവുള്ളൂ. അവിടെ എന്താണ് ഉദ്ദേശിച്ചത്? കൺട്രോൾ ഓവർ ലാർജ് മസിൽസ് ഡെവലപ്സ് ബിഫോർ കൺട്രോൾ ഓവർ സ്മോൾ മസിൽസ്. സ്ഥൂല പേശികളായിരിക്കും ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത്, അതിനുശേഷമായിരിക്കും സൂക്ഷ്മ പേശികൾ വികസിക്കുകയുള്ളൂ. സ്ഥൂല പേശികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടിയുടെ മൊത്തത്തിലുള്ള അവന്റെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ മാസ് ടു സ്പെസിഫിക് ട്രെൻഡ് എന്ന് പറഞ്ഞതുപോലെ ഒരു ഒബ്ജക്റ്റ് എടുക്കാൻ വേണ്ടി കുട്ടി രണ്ട് കൈകളും യൂസ് ചെയ്യാണ്. അതിനുശേഷമായിരിക്കും ഫിംഗറും ഹാൻഡൊക്കെ ഉപയോഗിച്ച് ആ ഒരു പെൻസിലോ എന്താണെന്ന് വെച്ച് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ. ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? കുട്ടി നടക്കാനാണ് പഠിക്കുന്നത് അല്ലെ. അതിനുശേഷം മാത്രമാണ് എഴുതാൻ പഠിക്കുകയുള്ളൂ. കുട്ടിയുടെ സ്ഥൂല പേശിയായിരിക്കും ആദ്യം വികസിക്കുന്നത്, ലാർജ് മസിൽസ് ആയിരിക്കും ആദ്യം വികസിക്കുന്നത്. അതിനുശേഷമായിരിക്കും സൂക്ഷ്മ പേശികൾ സ്മോൾ മസിൽസ് വികസിക്കുള്ളൂ. ആദ്യം ഓടാനും ചാടാനും നടക്കാനും അല്ലെ. ആദ്യം നടക്കാൻ പഠിക്കും, പിന്നെ ഓടും, അതിനുശേഷം
പതിയായിരിക്കും സൂക്ഷ്മ പേശികൾ എഴുതാൻ, അല്ലെ, അല്ലെങ്കിൽ വിരലുകൾ ഉപയോഗിച്ച് ചെറിയ ഒബ്ജക്ട്സ് എടുക്കാൻ. ഇതെല്ലാം കുട്ടി പിന്നീടായിരിക്കും പഠിക്കുന്നത്. അപ്പൊ ആദ്യം ഗ്രോ ചെയ്യുന്നത് എന്താണ്? ലാർജ് മസിൽസ് ആണ്. അതിനുശേഷമായിരിക്കും സ്മോൾ മസിൽസ് ഗ്രോ ചെയ്തത്. ലാർജ് ടു സ്മോൾ എന്ന രീതിയിലുള്ളതാണ് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. തേർഡ് പ്രിൻസിപ്പിൾ ആണ് സെഫാലോ കോഡൽ ട്രെൻഡ് എന്ന് പറയുന്നത്. സെഫാലോ കോഡൽ ട്രെൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. മോട്ടോർ ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം ഹെഡ് ടു കൺട്രോൾ ഡെവലപ്സ് ഫസ്റ്റ് ഇൻ ദ ഹെഡ് region and then moves downward. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹെഡ് ടു ഫൂട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിരുന്നു. ഹെഡ് ടു ഫൂട്ട് എന്ന് പറയുന്നത് തല മുതൽ പാദം വരെയുള്ള ക്രമത്തിലായിരിക്കും കുട്ടിയുടെ വികസനം അല്ലെങ്കിൽ കുട്ടിയുടെ വളർച്ച നടക്കുന്നത്. ഒരു കുട്ടിയുടെ ആദ്യം തലയായിരിക്കും ഉറക്കുന്നത്, അല്ലെ? ആദ്യം നമ്മൾ കുഞ്ഞുങ്ങളെ, ഇപ്പൊ ഒരു ന്യൂ ബോൺ ബേബിയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവന്റെ തല ഇങ്ങനെ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ തല പുറകോട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ആ തലയ്ക്ക് ആ സമയത്ത് ഒരു വളർച്ച എത്തിയിട്ടുണ്ടായിരിക്കില്ല. തല ഉറക്കണം, അതിനുശേഷമായിരിക്കും തല നേരെ നിൽക്കുള്ളൂ. അപ്പൊ തലയായിരിക്കും ഒരു കുട്ടിയുടെ ആദ്യം ഉറക്കുന്നത്, അതിനുശേഷമായിരിക്കും പാദത്തിലേക്ക്. അപ്പൊ തല മുതൽ പാദം വരെ എന്ന ക്രമം പാലിക്കുന്നതാണ് എന്ത്? മോട്ടോർ ഡെവലപ്മെന്റിലെ ഈ ഒരു തത്വത്തിൽ, അല്ലെങ്കിൽ മോട്ടോർ ഡെവലപ്മെന്റില് ഈ ഒരു പ്രിൻസിപ്പിൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഹെഡ് ടു അല്ലെങ്കിൽ ഹെഡ് ടു ഫൂട്ട് ആണ് അവിടെ സംഭവിക്കുന്നത്. എക്സാമ്പിൾ, എ ബേബി ഫസ്റ്റ് ഗെയിൻ കൺട്രോൾ ഓവർ ദി ഹെഡ്, then sits, then stand and finally walk. അല്ലെ? എ ബേബി ഫസ്റ്റ് ഗെയിൻ കൺട്രോൾ ഓവർ ദി ഹെഡ്. ആദ്യം തന്നെ കൺട്രോൾ ചെയ്യുന്ന അവൻ ഹെഡാണ്. അതിനുശേഷം അവൻ ഇരിക്കുന്നു, അതിനുശേഷം നിൽക്കുന്നു, അതിനുശേഷമാണ് നടക്കുന്നത്. അപ്പോ തല മുതൽ പാദം വരെ എന്ന ക്രമത്തിലായിരിക്കും എന്നത് ഇതിനു മുന്നേ നമ്മൾ വികാസ തത്വങ്ങളിൽ പഠിച്ചിട്ടുള്ളതാണ്, ഹ്യൂമൻ ഡെവലപ്മെന്റിൽ പഠിച്ചിട്ടുള്ളതാണ്. മോട്ടോർ ഡെവലപ്മെന്റിലും ഈ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അപ്പോ ഹെഡ് ടു ഫൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യം കുട്ടി അവന്റെ തല കൺട്രോൾ ചെയ്യുന്നു, നെക്സ്റ്റ് ഇരിക്കുന്നു, അതിനുശേഷമാണ് നിൽക്കുന്നത്, അത് കഴിഞ്ഞ് നടക്കുന്നു, തല മുതൽ പാദം വരെ എന്ന ക്രമം. സെഫാലോ കോഡൽ ട്രെൻഡ് എന്നാണ് അതിന് പറയുന്നത്. ഇപ്പൊ ഒരു വൺ വേർഡ് ചോദിക്കുവാണ്, സെഫാലോ കോഡൽ ട്രെൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് ഒരു വൺ വേർഡ് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. സെഫാലോ കോഡൽ എന്നായിരിക്കും വൺ വേർഡ്സിലൊക്കെ തരുള്ളൂ. ഓപ്ഷൻസിൽ സെഫാലോ കോഡൽ എന്നായിരിക്കും തരുന്നത്. അപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ തല മുതൽ പാദം വരെ എന്ന് പറയുന്ന ട്രെൻഡ്, അല്ലെങ്കിൽ തല ആദ്യം തന്നെ ഉറച്ച ശേഷം കാലിലേക്ക് വികസനം എത്തുന്ന ആ ഒരു തത്വം എന്ന് പറയുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? സെഫാലോ കോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ആണ് പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ് എന്ന് പറയുന്നത്. പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ് ഇതും നമ്മൾ വികാസ തത്വങ്ങളിൽ പഠിച്ചതാണ്, അല്ലെ? വികാസ തത്വങ്ങളിൽ പഠിച്ചതാണ്. പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീര മധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഒരു കുട്ടിക്ക് ഒരു പാവ കൊടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം, അവന്റെ കളിപ്പാട്ടം അവന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവൻ രണ്ട് കൈകളും ഉപയോഗിച്ച് അത് പിടിക്കുകയും നെഞ്ചോട് ചേർത്ത് വെക്കുകയും ചെയ്യും, അല്ലെ? അവൻ ഒറ്റ കയ്യിൽ പിടിക്കാൻ, ഒരു കയ്യിൽ ഇപ്പൊ ഒരു പാവേനെ പിടിച്ചു, ഒരു കയ്യിൽ വേറെ എന്തെങ്കിലും പിടിച്ച് നിൽക്കാനുള്ള കഴിവ് ആ സമയത്ത് ഉണ്ടായിരിക്കില്ല. ആദ്യം അവൻ ആ ഒരു ഒബ്ജക്റ്റ് രണ്ട് കൈ കൊണ്ട് പിടിച്ചിട്ട് ശരീരത്തിന്റെ ആ നടുഭാഗത്തേക്ക്, ആ നെഞ്ചോട് ഇങ്ങനെ വെക്കും. അത് താഴെ ചാടി പോകും, അല്ലെങ്കിൽ അത് പിടിക്കാനുള്ള ഒരു ശേഷി കുട്ടിക്ക് ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ് എന്ന് പറയുന്നതാണ്. മോട്ടോർ ഡെവലപ്മെന്റ് പ്രോഗ്രസസ് ഫ്രം ദി സെന്റർ ഓഫ് ദി ബോഡി ഔട്ട്വേർഡ് ടു ദി എക്സ്ട്രീമേറ്റ്സ്. എക്സാമ്പിൾസ് എന്താണ്? എ ചൈൽഡ് കൺട്രോൾസ് ദി ഷോൾഡേഴ്സ് ബിഫോർ കൺട്രോളിംഗ് ദി ഹാൻഡ്സ് ആൻഡ് ഫിംഗേഴ്സ്. അല്ലെ? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് വീണ്ടും പറയുന്നത്. അപ്പോ ഹാൻഡ് മൊത്തത്തിൽ ഉപയോഗിക്കുകയാണ്, അതിനുശേഷമാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? ഫിംഗറും ഹാൻഡും ഉപയോഗിക്കുന്നത്. ഇവിടെയും ഇത് തന്നെയാണ് പറയുന്നത്, ശരീര മധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് എന്നതിന് പറയുന്ന പേരാണ് പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ്. അപ്പൊ പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ്, അതുപോലെ സെഫാലോ കോഡൽ ട്രെൻഡ്, ഇതെല്ലാം ഓർത്തു വെക്കണം. സെഫാലോ കോഡൽ ട്രെൻഡ് എന്ന് പറഞ്ഞ ഒരു കുട്ടി ആദ്യം കൺട്രോൾ ചെയ്യുന്നത് ഹെഡാണ്, അതിനുശേഷമാണ് ഫൂട്ടിലേക്ക് വരുന്നത് എന്നുള്ള രീതിയിലാണ്. പ്രോക്സിമോ ഡിസ്റ്റലിലേക്ക് വരുമ്പോൾ കുട്ടി ഒരു ഒബ്ജക്റ്റ് ആദ്യം തന്നെ ശരീരത്തേക്ക് ചേർത്ത് വെക്കുകയാണല്ലേ, ശരീര മധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക്, മധ്യത്തിൽ നിന്നാണ് പിന്നീട് വശങ്ങളിലേക്ക് വികസനം സാധ്യമാകുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കണം. നെക്സ്റ്റ് ആണ് ബിലാറ്ററൽ ടു യൂണിലേറ്ററൽ ട്രെൻഡ് എന്ന് പറയുന്നത്. ന്യൂ ബോൺസ് യൂസ് ബോത്ത് സൈഡ്സ് ഓഫ് ദി ബോഡി ഈക്വലി, അല്ലെ? ന്യൂ ബോൺസ് എപ്പോഴും അവന്റെ ആ ഒരു ബോഡിയുടെ ഈക്വൽ സൈഡും ഉപയോഗിക്കും. ഒരു കുട്ടിയെ നമ്മൾ കിടത്തിയേക്കുവാണ്, ഒരു കുഞ്ഞു കുട്ടിയെ, ജനിച്ചിട്ടുള്ള അല്ലെങ്കിൽ 2 മാസം 3 മാസമായ കുട്ടിയെ നമ്മൾ കിടത്തിയേക്കുവാണ്. അപ്പൊ ആ കുട്ടി അവന്റെ ഫുൾ ബോഡി ഉപയോഗിക്കുന്നുണ്ട്, കൈ ഉപയോഗിക്കുന്നുണ്ട്, കാല് ഉപയോഗിക്കുന്നുണ്ട്. ഒരേ സമയം തന്നെ അവന്റെ എല്ലാ
എല്ലാ എന്താണ് ബോഡിയുടെ എല്ലാ സൈഡ്സും ഈക്വലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടി. ആസ് ദ ഗ്രോ പ്രിഫറൻസ് ഫോർ വൺ സൈഡ്, പിന്നീട് കുട്ടി ഗ്രോ ചെയ്തതിന് ശേഷം അവൻ എന്ത് ചെയ്യും? വൺ സൈഡിലേക്ക് എത്തും. റൈറ്റ് ഓർ ലെഫ്റ്റ് എന്ന ഒരു കണ്ടീഷനിലേക്ക് കുട്ടി എത്തുവാണ്. നമ്മള് ചെറുപ്പത്തില് നമ്മൾ ബേബി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ ബോഡിയുടെ എല്ലാ സൈഡും യൂസ് ചെയ്യാണ്. ആ ടൈമിൽ ഒരു സൈഡ് യൂസ് ചെയ്യണം എന്നുള്ളതിലേക്ക് നമ്മൾ എത്തുന്നില്ല. അതിനുശേഷം നമ്മൾ വലുതായി സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഒരു സൈഡിന് ഫോക്കസ് കൊടുക്കുന്നു. അതാണ് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് ചിലവർ റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കും, ചിലവർ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കും അല്ലെ. ഇനിയിപ്പോ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫുട്ബോൾ ഒക്കെ കളിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഒന്നിലെ നമ്മൾ ബാറ്റ് ചെയ്യുമ്പോൾ ചിലവർ പറയില്ലേ റൈറ്റ് ഹാൻഡർ ആണ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡർ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഇടത് കാലോ വലത് കാലോ ഒക്കെ ഉപയോഗിക്കുന്നു ബോള് തട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു സൈഡിലേക്ക് ഫോക്കസ് കൊടുക്കുവാണ് എവിടെ? ഈ ഒരു ടൈമില്. ബിലാറ്ററൽ ടു യൂണിലേറ്ററൽ ട്രെൻഡ് എന്ന് പറയുന്ന ഈ ഒരു തത്വത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഏതെങ്കിലും ഒരു സൈഡിന് ഫോക്കസ് കൊടുക്കുന്നു. കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾ ബോത്ത് സൈഡ് അല്ലെങ്കിൽ ബോത്ത് ഓഫ് നമ്മളുടെ മൊത്തത്തിലുള്ള ആ ഒരു ബോഡിയുടെ മൊത്തത്തിലുള്ള ഒരു റിയാക്ഷൻ ആണല്ലേ, എല്ലാ സൈഡും കുട്ടി ഉപയോഗിക്കുവാണ്. പക്ഷെ അതിനുശേഷം വളർന്നു വരുന്നതിനനുസരിച്ച് അവൻ ഒരു ഒറ്റ സൈഡിലേക്ക് ഫോക്കസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു തത്വത്തിൽ പറയുന്നത്. എക്സാമ്പിളും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. എ ചൈൽഡ് ഇവൻച്വലി പ്രിഫേഴ്സ് വൺ ഹാൻഡ് ഫോർ റൈറ്റിംഗ് അല്ലെ. ഒരു കുട്ടി ചിലപ്പോൾ വലത് കൈ, ഏറ്റവും കൂടുതലും കുട്ടികൾ റൈറ്റ് ഹാൻഡ് ആണ് എഴുതാൻ ഉപയോഗിക്കുന്നത്, പക്ഷെ ചില കുട്ടികൾ ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ എക്സാമ്പിൾ എന്താണ്? എ ചൈൽഡ് ഇവൻച്വലി പ്രിഫേഴ്സ് വൺ ഹാൻഡ് ഫോർ റൈറ്റിംഗ്. അപ്പൊ എഴുതാൻ വേണ്ടിയിട്ട് ഒരു കൈ അല്ലെ, ഒരു സൈഡായിരിക്കും അവനത് കുറച്ചും കൂടി നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്നത്. ഇപ്പോ എല്ലാ ദിവസവും അല്ലെങ്കിൽ എപ്പോഴും റൈറ്റ് ഹാൻഡിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ലെഫ്റ്റ് ഹാൻഡിൽ എഴുതുമ്പോൾ ശരിയാകില്ല അല്ലെ. അപ്പൊ ആ ഒരു സൈഡിലേക്കുള്ള ഫോക്കസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാക്സിമം ടു മിനിമം ട്രെൻഡ്, ഇവിടെയും അതെ. ആദ്യം കുട്ടി അവന്റെ മാക്സിമം ഉപയോഗിക്കുകയാണ്. മാക്സിമം നടക്കുന്നതിന് വേണ്ടി അവൻ അവന്റെ മാക്സിമം എനർജി യൂസ് ചെയ്യുന്നു. ഇരിക്കാൻ വേണ്ടിയിട്ട് അവൻ മാക്സിമം എനർജി യൂസ് ചെയ്യുന്നു. ഒരു കുട്ടി ആദ്യം ജനിക്കുന്ന സമയത്ത് അവൻ കൈയും കാലൊക്കെ ഇട്ട് അനക്കി നമ്മളെ കളിപ്പിക്കുമ്പോൾ ചിരിക്കൊക്കെ ചെയ്യും അല്ലെ. അതിനുശേഷം എന്ത് ചെയ്യും? അവൻ പതിയെ കമിഴില്ലേ, കമിഴ്ന്ന് കിടക്കുന്ന ഒരു ടൈം ആവുന്ന സമയത്ത് ആ കുട്ടി എന്ത് എനർജി യൂസ് ചെയ്തിട്ടായിരിക്കും കമിഴുന്നത്. നമ്മളൊക്കെ ഒന്ന് കമിഴ്ന്ന് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇത്രയും പ്രായമായതുകൊണ്ടും വലിയവരായതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യും? കമിഴ്ന്ന് കിടക്കാൻ നമുക്ക് ഈസിയാണ്. നമ്മൾക്കൊന്ന് ചെരിഞ്ഞ് കിടന്നാൽ നമുക്ക് അങ്ങനെ കമിഴ്ന്ന് കിടക്കാം. പക്ഷെ കുട്ടികൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം അവരുടെ എനർജി യൂസ് ചെയ്യും. അതുകൊണ്ടാണ് മാക്സിമം ടു മിനിമം ട്രെൻഡ് എന്ന് പറയുന്നത്. ആദ്യ കാലഘട്ടത്തിൽ കുട്ടി അവന്റെ മാക്സിമം എനർജി എല്ലാത്തിനും യൂസ് ചെയ്യും. കമിഴ്ന്ന് കിടക്കാൻ മാക്സിമം എനർജി, നമുക്ക് കഷ്ടപ്പെട്ടിട്ടായിരിക്കും കമിഴ്ന്ന് കിടക്കുന്നത്. നടക്കാൻ, അതുപോലെ ഇരിക്കാൻ, ഓടാൻ, സംസാരിക്കാൻ, സാധനങ്ങൾ എടുത്ത് പറക്കി കയ്യിലെടുത്ത് താഴെ വീഴാതെ കൊണ്ടു നടക്കാൻ, ഇതിനൊക്കെ കുട്ടി എന്ത് ചെയ്യും? മാക്സിമം ഉപയോഗിക്കും. അതിനുശേഷം അവൻ മിനിമത്തിലേക്ക് എത്തും. പിന്നീട് അവൻ എന്തായി? കമിഴ്ന്ന് നടക്കാൻ ഈസിയായി, നടക്കാൻ ഈസിയായി, ഇരിക്കാൻ ഈസിയായി. ഇത്രയും എനർജി യൂസ് ചെയ്യണതിന് ഞാൻ നടക്കണതിന് ഇത്ര എനർജി യൂസ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് നടക്കാൻ നമ്മൾ സിമ്പിളി നടന്നു പോകും. അതല്ലാതെ ഇത്രയും എനർജി യൂസ് ചെയ്ത് ഇങ്ങനെ നമുക്ക് നടക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആദ്യം മാക്സിമത്തിൽ നിന്ന് പിന്നെ മിനിമം ട്രെൻഡിലേക്ക് എത്തുവാണ്. In early stages, children use more muscles and more energy for movements. Later, movements become more efficient and require less energy. അല്ലെ, efficient and require less energy. പിന്നീട് ആദ്യം നമ്മൾ ഒരുപാട് എനർജി യൂസ് ചെയ്യുമ്പോൾ പിന്നീട് നമ്മൾക്ക് ഗ്രോത്ത് സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മിനിമത്തിലേക്ക് അല്ലെങ്കിൽ ലെസ് എനർജിയിലേക്ക് പോകുന്നു എന്നതാണ് ഈ ഒരു തത്വത്തിൽ പറയുന്നത്. മാക്സിമം ടു മിനിമം ട്രെൻഡ് ആണ്. മാക്സിമം ആദ്യം കുട്ടി ഉപയോഗിക്കും, പിന്നീട് മിനിമത്തിലേക്ക് എത്തും. ഇനി ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് ആണ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റും ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റും ഉണ്ട് അല്ലെ. 2 ടൈപ്സ് ഓഫ് ഡെവലപ്മെന്റ്സ് ആണ് ഉള്ളത് മോട്ടോർ ഡെവലപ്മെന്റിൽ. അതിൽ ഒന്നാണ് ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ്, ഒന്നാണ് ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് 3 to 6 years ഓൾഡ് ആണ്. 3 to 6 years ആണ് അവിടെ ഏജ് വരുന്നത്. ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് refers to the development of large muscles movements that help control body actions such as sitting, standing, walking and running. It involves the use of large muscles in the arms, legs and trunk. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്? വലിയ അല്ലെങ്കിൽ സ്ഥൂല പേശികളുടെ വികസനമാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ദി ഡെവലപ്മെന്റ് ഓഫ് ലാർജ് മസിൽസ്. വലിയ പേശികൾ അല്ലെങ്കിൽ സ്ഥൂല പേശികളാണ് ഇവിടെ ഡെവലപ്പ് ആകുന്നത്. കൺട്രോൾ ബോഡി ആക്ഷൻ, അതുപോലെ സിറ്റിംഗ്, സ്റ്റാൻഡിങ്,
വാക്കിംഗ്, റണ്ണിങ്, ഇതൊക്കെ എന്താണ്? ലാർജ് മസിൽസ് കൊണ്ട് സംഭവിക്കുന്നതാണ്. നമുക്ക് സ്ഥൂല പേശികളുണ്ട്, സൂക്ഷ്മ പേശികളുണ്ട്. സ്ഥൂല പേശികൾ മീൻസ് എന്താണ്? ലാർജ് മസിൽസ് ആണ്. സൂക്ഷ്മ പേശികളാണ് സ്മോൾ മസിൽസ് എന്ന് പറയുന്നത്. സ്ഥൂല പേശികൾ ഉപയോഗിച്ചാണ് നമ്മൾ നടക്കുന്നത്, ഓടുന്നത്, ചാടുന്നത്, ഇരിക്കുന്നത്. ഇതൊക്കെ സ്ഥൂല പേശി അല്ലെങ്കിൽ ലാർജ് മസിൽസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സ്ഥൂല പേശിയുടെ അല്ലെങ്കിൽ ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ്സ് ആണ്. അവിടെ ലാർജ് മസിൽസിന്റെ ഡെവലപ്സിലൂടെ നമ്മൾക്ക് എന്തെല്ലാം ആക്ഷൻസ് ആണ് ഉണ്ടാകുന്നത്? നമ്മൾ നടക്കുന്നു, ഓടുന്നു, ഇരിക്കുന്നു, അല്ലെ? നമ്മുടെ ലാർജ് മസിൽസ് ഗ്രോ ആവുന്നതോടൊപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. ഇറ്റ് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് ലാർജ് മസിൽസ് ഇൻ ദി ആംസ്, ലെഗ്സ് ആൻഡ് ട്രങ്ക്. അപ്പോ ഇതൊക്കെയാണ് ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴും ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെ? സൂക്ഷ്മ പേശികളായിരിക്കും. ഇവിടെ എക്സാമ്പിൾസ് ഉണ്ട്, അല്ലെ? ഒരു കുട്ടി ഓടുന്നു, പിന്നെ ഊഞ്ഞാലാടുന്നുണ്ട്, ഫുട്ബോൾ കളിക്കുന്നുണ്ട്, സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ട്, സൈക്ലിംഗ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? സ്ഥൂല പേശി കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഒരു കുട്ടിക്ക് സ്ഥൂല പേശിക്ക് അല്ലെങ്കിൽ അവന്റെ ലാർജ് മസിൽസിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റില്ല. ലാർജ് മസിൽസിന് പ്രശ്നമുള്ള കുട്ടികൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ള കുട്ടികളെ പോലെ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതുപോലെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ലാർജ് മസിൽസ് അല്ലെങ്കിൽ ഗ്രോസ് മോട്ടോർ സ്കില്ലിൽ വരുന്നതാണ് ഇതൊക്കെ ഈ പിക്ചറിൽ കാണുന്നതെല്ലാം തന്നെ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റുമായിട്ട്, ഗ്രോസ് മോട്ടോർ സ്കിൽസ് ആണ്, ബിൽഡിംഗ് സ്കിൽസ് ത്രൂ മൂവ്മെന്റ്സ് ആണ്, ഫുള്ളി മൂവ്മെന്റ്സ് ആണ്, ബോഡി മൂവ്മെന്റ്സ് ആണ്. അപ്പൊ ഈ പിക്ചറിൽ കാണുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റിൽ വരുന്നതാണ്. എക്സാമ്പിൾസ് ഓഫ് ഗ്രോസ് മോട്ടോർ സ്കിൽസ്: ലിഫ്റ്റിംഗ് ദി ഹെഡ്, സിറ്റിംഗ്, സ്റ്റാൻഡിംഗ്, വാക്കിംഗ്, റണ്ണിംഗ്, ജമ്പിംഗ്, ക്ലൈംബിംഗ്, ത്രോയിങ് ആൻഡ് ക്യാച്ചിങ് എ ബോൾ. ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞു എക്സാമ്പിൾസിൽ. അപ്പോ ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ്, ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ്. ഗ്രോസ് മോട്ടോർ എന്ന് പറയുമ്പോൾ തന്നെ ലാർജ് മസിൽസ് നിങ്ങൾ ആലോചിക്കുക. സ്ഥൂല പേശി, ലാർജ് മസിൽസ്, ഓടുന്നത്, ചാടുന്നത് ഒക്കെ നിങ്ങൾ ആലോചിക്കുക. ഊഞ്ഞാലാടുന്നത്, സൈക്ലിംഗ് ചെയ്യുന്നത്, ഇതെല്ലാം, സ്വിം ചെയ്യുന്നത് ഒക്കെ എന്താണ്? സ്ഥൂല പേശി, ലാർജ് മസിൽസ് കൊണ്ടാണ് നടക്കുന്നത്. ആ എക്സാമ്പിൾസ് ഓർത്തു വെക്കുക, ആ പിക്ചറും ഓർത്തു വെക്കുക. ഇമ്പോർട്ടൻസ് എന്താണ്? ഇംപ്രൂവ്സ് ബാലൻസ്, ഡെവലപ്സ് കോർഡിനേഷൻ, ബിൽഡ് മസിൽ സ്ട്രെങ്ത്, ഇൻക്രീസസ് കോൺഫിഡൻസ്, സപ്പോർട്ട്സ് ഓവറോൾ ഫിസിക്കൽ ഗ്രോത്ത്. ഇതൊക്കെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നെക്സ്റ്റ് ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ്. നമ്മൾ പറഞ്ഞിരുന്നു ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റിൽ എന്താണ്? സ്ഥൂല പേശി അല്ലെങ്കിൽ ലാർജ് മസിൽ ആണെങ്കിൽ ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ സ്മോൾ ആണ്, അല്ലെ? സ്ഥൂല പേശിക്ക് പകരം സൂക്ഷ്മ പേശികളാണ്, സ്മോൾ മസിൽസ് ആണ്. Fine motor development refers to the development of small muscles. കണ്ടോ? സ്മോൾ മസിൽസ് ആണ് ഇവിടെ വരുന്നത്. സ്മോൾ മസിൽസ് മൂവ്മെന്റ്സ് എസ്പെഷ്യലി ഇൻ ദി ഹാൻഡ് ആൻഡ് ഫിംഗേഴ്സ്. ഹാൻഡ് ആൻഡ് ഫിംഗേഴ്സ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റിലാണ് ഹാൻഡും ഫിംഗറും ഉപയോഗിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നത്. ഇൻ ഹെൽപ്സ് ചിൽഡ്രൻ പെർഫോം precise actions like writing, drawing, buttoning and picking up small objects. ബട്ടണിങ് ഒക്കെ അതിൽ വരുന്നതാണ്. ഒരു കുട്ടിക്ക് ഒരു ഷർട്ടിന്റെ ബട്ടൺ ഇടാൻ ആദ്യം അറിയില്ലായിരിക്കും. നമ്മൾ അമ്മമാരായിരിക്കും ആദ്യം ആ കുട്ടിക്ക് ഇട്ട് കൊടുക്കുന്നത്. സൂക്ഷ്മപേശി കൊണ്ട് അല്ലെങ്കിൽ സ്മോൾ മസിൽസ് ഉപയോഗിച്ച ബട്ടൺ ഇടാൻ പറ്റുള്ളൂ, അല്ലെ? ആ ഒരു ബട്ടൺ എടുത്ത് ആ ഒരു ഇതിലേക്ക് ഇട്ട് കറക്റ്റ് ആയിട്ട് ഇടണമെങ്കിൽ, അതുപോലെ സിബ് ഇടാൻ, അതുപോലെ എന്താണ് സ്മോൾ ഒബ്ജക്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ളതാണ്. നമ്മൾ സൂചിയിലേക്ക് നമ്മുടെ നൂല് കോർക്കില്ലേ, സൂചിയിലേക്ക് നൂല് കോർക്കുന്നത് ഇതൊക്കെ സ്മോൾ മസിൽസ് ആണ്. അല്ലെങ്കിൽ ചെറിയ ചെറിയ മുത്തുകൾ കോർക്കുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ. കുട്ടികൾക്ക് ഒരു കളിപ്പാട്ടുണ്ട്, ഇങ്ങനെ ഒരു എന്താണ് സ്റ്റാൻഡ് പോലെ ഇരുന്നിട്ട് അതിനകത്തേക്ക് ഓരോരോ വളയം പോലത്തെ റൗണ്ടിലുള്ളതൊക്കെ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ മുകളിലേക്ക് ആ ലാർജ് സൈസിൽ നിന്ന് സ്മോൾ സൈസിലേക്ക് ഇങ്ങനെ കയറ്റിയിടാനുള്ള തരത്തിലുള്ള അവർക്ക് എന്താണ് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ സൂക്ഷ്മ പേശികൾ വികസിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലുള്ള ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോ ഇറ്റ് ഹെൽപ്സ് ചിൽഡ്രൻ പെർഫോം പ്രിസൈസ് ആക്ഷൻ ലൈക്ക് റൈറ്റിംഗ്, ഡ്രോയിങ്, ബട്ടണിങ് ആൻഡ് പിക്കിംഗ് അപ്പ് സ്മോൾ ഒബ്ജക്ട്സ്. ഇതൊക്കെ എന്താണ് ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റിൽ ഉൾപ്പെട്ടതാണ്. സ്മോൾ മസിൽസ് ഡെവലപ്പ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് ഒരു പിക്ചർ ഉണ്ടല്ലേ, ഇതിനകത്ത് ഈ കുട്ടികൾ ചെയ്യുന്നതൊക്കെ, കളർ ചെയ്യുന്നതൊക്കെ ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ വിചാരിക്കും കളർ ചെയ്യുമ്പോൾ അവൻ കൈ ഉപയോഗിച്ച് കളർ ചെയ്യുവാല്ലേ, അവന്റെ കൈ അനക്കുവാല്ലേ, അപ്പൊ അത് എന്താണ് ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് ആണ്? ഒരിക്കലും അല്ല. കളർ ചെയ്യണമെങ്കിൽ ആ ഒരൊറ്റ പിക്ചറിന്റെ ഉള്ളിൽ പല കളറുകൾ കൊടുക്കണം, അല്ലെ? അപ്പൊ
ഇപ്പൊ ഒരു സർക്കിളിന്റെ ഉള്ളിൽ ബ്ലൂ ആണ് കൊടുക്കണമെങ്കിൽ അതിന്റെ അടുത്തുള്ളത് ചിലപ്പോൾ യെല്ലോ ആയിരിക്കും. അപ്പൊ അത് പുറത്ത് പോകാതെ കറക്റ്റ് അതിന്റെ ഉള്ളിൽ തന്നെ കളർ ചെയ്യാൻ കുട്ടി ഉപയോഗിക്കുന്ന സ്കിൽ എന്ന് പറയുന്നത് ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ കളറിങ്, ബട്ടണിങ്, ഒരു ചെറിയ ഒരു ഒബ്ജക്റ്റ് കയ്യിൽ എടുക്കുന്നത്, സൂചി കോർക്കുന്നത്, പിന്നെ അതുപോലെ സിസർ ഉപയോഗിച്ച് എന്തെങ്കിലും കട്ട് ചെയ്യുന്നത്, ഇതെല്ലാം തന്നെ എന്താണ്, സൂക്ഷ്മ പേശികളുടെ വികസനത്തിലൂടെ സംഭവിക്കുന്നതാണ്. ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റിൽ ഉൾപ്പെട്ടതാണ്. ഈ ഒരു പിക്ചറിലുള്ളതെല്ലാം തന്നെ ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എക്സാമ്പിൾസ് ഓഫ് ഫൈൻ മോട്ടോർ സ്കിൽസ്: ഹോൾഡിംഗ് എ പെൻസിൽ, അല്ലെ, കുട്ടി ഹോൾഡ്, കറക്റ്റ് ഒരു പെൻസിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾഡിംഗ് എ പെൻസിൽ, കറക്റ്റ് ആയിട്ടൊരു പെൻസിൽ ഹോൾഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഫൈൻ മോട്ടോർ സ്കില്ല് വേണം. സ്മോൾ മസിൽസ് ഗ്രോ ചെയ്യേണ്ടതുണ്ട്. ഡ്രോയിങ് ആൻഡ് കളറിങ്, കണ്ട, ഡ്രോയിങ്ങും കളറിങ്ങും ഒക്കെ എവിടെ വരുന്നതാണ്, ഫൈൻ മോട്ടോർ സ്കില്ലിന് വരുന്നതാണ്. നിങ്ങൾക്ക് എപ്പോഴും തെറ്റുപറ്റുന്നതാണ് ഈ ഒരു ഡ്രോയിങ്ങും കളറിങ്ങും. ഡ്രോയിങ്ങും കളറിങ്ങും ഫൈൻ മോട്ടോർ അല്ല, ഗ്രോസ് മോട്ടോർ ആണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അല്ല, ഡ്രോയിങ് അല്ലെങ്കിൽ കളറിങ് എന്ന് പറയുന്നത് ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ടേണിംഗ് പേജസ്, അതുപോലെ ബട്ടണിങ് എ ഷർട്ട്, പിക്കിംഗ് അപ്പ് സ്മോൾ ഒബ്ജക്ട്സ് യൂസിങ് തമ്പ് ആൻഡ് ഫിംഗർ, അതുപോലെ യൂസിങ് സിസേഴ്സ്, ഇതെല്ലാം തന്നെ എന്തിൽ വരുന്നതാണ്, ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് മോട്ടോർ ഡെവലപ്മെന്റ് ആണല്ലേ. മോട്ടോർ ഡെവലപ്മെന്റിലെ പ്രിൻസിപ്പിൾസ് നമ്മൾ നോക്കി, അതിന്റെ എക്സാമ്പിൾസ് നോക്കി, അത് കൂടാണ്ട് ഇമ്പോർട്ടൻസ് നോക്കി, കൂടാതെ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ്, ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് എന്നിങ്ങനെയുള്ള 2 ടൈപ്സ് ഓഫ് ഡെവലപ്മെന്റ്സും നമ്മൾ നോക്കി. ഇതൊക്കെ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും വരുന്നതാണ്. ഒരുപാട് വൺ വേർഡ്സും ഒക്കെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Download now CC Learning app.